പശുക്കളെ അജ്ഞാതൻ കുത്തി. ഒരു പശു ചത്തു. മലപ്പുറം അരീക്കോട് കാരിപ്പറമ്പിൽ തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. കാരിപ്പറമ്പ് സ്വദേശി ഇജാസിന്റെ 4 പശുക്കളെയാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. ഇതിൽ ഒന്നാണ് ചത്തത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ യുവതിയെ ആൺസുഹൃത്ത് കുത്തി പരിക്കേൽപ്പിച്ചു. അടൂരിലെ ലോട്ടറി സ്റ്റാളിലെ ജീവനക്കാരിയായ കുറത്തിമൂല സ്വദേശി രേഖയ്ക്കാണ് കുത്തേറ്റത്. യുവതിയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർണാടക മണ്ടേക്കൽ കന്യാന സ്വദേശി പ്രതാപാണ് യുവതിയെ കുത്തിയത്. രേഖയുടെ ഭർത്താവിന്റെ സുഹൃത്താണ് പ്രതി. മണ്ടേക്കാൽ സ്വദേശിയായ ഭർത്താവിൽ നിന്നുള്ള വിവാഹമോചനത്തിനായി രേഖ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഭർത്താവിന്റെ സുഹൃത്ത് തന്നെ നിരന്തരം ശല്യം ചെയ്യുന്നതായി കാണിച്ച് യുവതി ആടൂർ പോലീസ് സ്റ്റേഷനിലും വനിതാ സെല്ലിലും പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ രേഖയെ ഇനി ശല്യം ചെയ്യില്ലെന്ന് പ്രതി ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇയാൾ യുവതിയെ ആക്രമിച്ചത്. വഴിയിൽ കാത്തുനിന്ന പ്രതി കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് യുവതിയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു. വീടിന് മുന്നിലെ പരസ്യ മദ്യപാനവും കയ്യാങ്കളിയും ചോദ്യം ചെയ്ത ഗൃഹനാഥനടക്കം 4 പേരെ അക്രമി സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഞായറാഴ്ച രാത്രി 11ഓടെ പൗടിക്കോണം പനങ്ങാട്ടുകോണത്തായിരുന്നു സംഭവം. പനങ്ങാട്ടുകോണം പുതുവൽപുത്തൻ വീട്ടിൽ രാജേഷ്, സഹോദരൻ രതീഷ്, രാജേഷിന്റെ മകൾ 19കാരി പ്രിൻസി, രാജേഷിന്റെ സുഹൃത്ത് രഞ്ജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പനങ്ങാട്ടുകോണം സ്വദേശി 21കാരൻ സഞ്ജയ്, 2 സുഹൃത്തുക്കൾ, പ്രായപൂർത്തിയാകാത്ത കണ്ടാലറിയാവുന്ന 3 പേർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. രാജേഷിന്റെ വീടിന് മുന്നിലായുള്ള പറമ്പിൽ പ്രതികൾ ഉൾപ്പെട്ട സംഘം സ്ഥിരമായി സംഘം ചേർന്ന് മദ്യപിക്കുകയായിരുന്നു. രാജേഷിന്റെ വീടിന് മുന്നിലായുള്ള പറമ്പിൽ പ്രതികൾ ഉൾപ്പെട്ട സംഘം സ്ഥിരമായി സംഘം ചേർന്ന് മദ്യപിക്കുമായിരുന്നു. മദ്യലഹരിയിൽ പരസ്പരം അസഭ്യം വിളിച്ചു ബഹളം വെക്കുകയും ചെയ്യും. രാജേഷ് ഇത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായ പ്രതികൾ രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കുകയായിരുന്നു. രതീഷിനെ മർദ്ദിച്ചത് തടയാൻ ശ്രമിച്ചതോടെയാണ് മറ്റുള്ളവർക്കും മർദ്ദനമേറ്റത്. പ്രതികൾ കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് ഇവരെ കുത്തുകയായിരുന്നു. രാജേഷിന്റെ ഇടത് കൈയിലും രഞ്ജിത്തിന്റെ കാൽമുട്ടിലും രതീഷിന്റെ വലത് കൈയിലും ആഴത്തിൽ കുത്തേറ്റു. വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളെ പീഡിപ്പിക്കുന്ന മണവാളൻ പിടിയിൽ. മലപ്പുറം എടപ്പറ്റ സ്വദേശി മുഹമ്മദ് റിയാസിനെയാണ് സ്ത്രീയുടെ പരാതിയിൽ പോലീസ് പിടികൂടിയത്. വിധവകളെയും നിരാലംബരായ സ്ത്രീകളെയും ഫോണിലൂടെ പരിചയപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും സമ്പത്ത് കവരുകയും ചെയ്യുന്നതാണ് മണവാളന്റെ രീതി. നേപ്പാൾ മുൻ പ്രധാനമന്ത്രിയുടെ പത്നിയെ പ്രതിഷേധക്കാർ ജീവനോടെ ചുട്ടുകൊന്നു. സോഷ്യൽ മീഡിയയ്ക്ക് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയതിനെതിരായി പ്രതിഷേധം നടക്കുന്ന നേപ്പാളിൽ മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖനാലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രകാരനെയാണ് ജീവനോടെ കത്തിച്ചത്. വീട്ടിൽ പൂട്ടിയിട്ട് തീ വയ്ക്കുകയായിരുന്നു. തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ ദള്ളു പ്രദേശത്തുള്ള വീട്ടിലാണ് സംഭവം. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ വീടിനും പ്രതിഷേധക്കാർ തീയിട്ടിരുന്നു. പിന്നീടാണ് അദ്ദേഹം രാജിവെച്ചത്. കിടപ്പ് രോഗിയായ 60കാരിയെ 40കാരനായ ഭിന്നശേഷിക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. വർക്കലയിലാണ് സംഭവം. രോഗിക്കുള്ള ഉച്ചഭക്ഷണവുമായി ഇവരുടെ സഹോദരിമാർ എത്തുമ്പോൾ നാട്ടുകാരനായ പ്രതി വീട്ടിലുണ്ടായിരുന്നു. രോഗിയെ കാണാനെത്തിയ പ്രതിക്ക് കൂടി സഹോദരിമാർ ഭക്ഷണം വിളമ്പി നൽകി. ശേഷം ഇവർ വീട്ടിൽ നിന്നിറങ്ങിയ നേരത്താണ് പ്രതി കിടപ്പ് രോഗിയെ കടന്നുപിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. കൈകാലുകൾ തളർന്ന രോഗി ഒച്ചവെക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതി വായ പൊത്തിപ്പിടിച്ചു. ഒരവസരം കിട്ടിയപ്പോൾ രോഗി ശബ്ദമുണ്ടാക്കുകയും ഇത് കേട്ട് സഹോദരിമാർ മടങ്ങിയെത്തുകയുമായിരുന്നു. അപ്പോഴേക്കും പ്രതി വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു.